Hi friends, welcome to English Mithra and welcome to a FAQ session. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾ കോമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. Okay, first question. Okay. I could swim during my childhood എന്ന് പറയുമോ? I could swim during my childhood എന്ന് പറയുന്നത് actually doesn't make any sense. കാരണം like I could swim. If you could swim when you were a child, then of course you can swim now. Yeah. Like Otherwise I you used should to be, swim regularly. അല്ലെങ്കിൽ I used to swim every day എന്നൊക്കെ പറയുകയാണെങ്കിൽ okay, now you don't swim every day. Specific ആണ്. അതെ. Otherwise means നമ്മൾ അത് പറയാം ലൈക്ക് ഇപ്പം നമുക്ക് പറ്റാണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് സ്വിം ചെയ്യാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ഇങ്ങനെ പഴയ കാലം ഓർത്തിട്ട് പറയാം ഐ കുഡ് സ്വിം വെൻ ഐ വാസ് ചൈൽഡ്. അത് പറയാം. ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഓക്കെ, ദിസ് ഇസ് കറക്റ്റ്. ബട്ട് ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ് എന്ന് വെൻ ഐ വാസ് എ ചൈൽഡ് അത് ഓക്കെ ആണ്. ബട്ട് ദ തിങ് ഈസ് ഈ ഒരു ഐഡിയ കറക്റ്റ് അല്ലാത്തതാണ്. ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ് ഐ നോട്ട് heard. Yeah, I used to swim when I was a child. Oh, I used to swim. ആയിരുന്നപ്പോൾ എന്ന് വന്നപ്പോൾ റിലേറ്റീവ് പ്രോണൗൺ അവിടെ വെൻ ആണ് ആക്ച്വലി. സോ അതാണ് ഉദ്ദേശിച്ചതെങ്കിൽ വെൻ ആണ് അവിടെ വരേണ്ടത്. അതെ. ഇനി ഞാനല്ലേ ചോദിക്കണ്ടേ? യെസ്. ഓക്കെ. ഐ വിൽ ബി വർക്കിംഗ് അറ്റ് ദിസ് ടൈം ടുമോറോ. ഇത് ശരിയാണോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒരു ക്ലാരിറ്റി ഇല്ല. ലൈക്ക് ഇത് എപ്പോൾ എവിടെ ആരോട് പറയുന്നു എന്നനുസരിച്ചിരിക്കും. ഇപ്പം നമ്മൾ ഇന്ന് ഞാൻ രേവതിനോട് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പം ഞാൻ വർക്കിലാണ്. അപ്പം ഞാൻ രേവതിയോട് പറയുക നാളെ ഞാൻ ഈ സമയത്ത് തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദിസ് വുഡ് വർക്ക്. ഓക്കെ, പക്ഷെ അല്ലാതെ ഇതിൽ ഒത്തിരി സെൻസ് വരുന്നില്ല. ഓക്കെ, so if you want to like be clear about it, you can say I'll be working from itra time to itra time tomorrow എന്ന് പറഞ്ഞാൽ മതി. അല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലത്തെ ഒരു സാഹചര്യമാണ്. ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് നമ്മൾ അറ്റ് ദിസ് ടൈം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്ന ആളാണെങ്കിൽ ഓക്കെ, ദിസ് ഇസ് എ valid right to say. Usage is right, then depends on whom you are telling this to. Okay. Okay. ഇനി അടുത്തത് ഞാൻ ചോദിക്കട്ടെ? ഓക്കെ. അതെ, ബോട്ടിലിന്റെ നിറം വൈറ്റ് ആണ്. ഓക്കെ, ഇത് ആദ്യം ഇംഗ്ലീഷിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ദ ബോട്ടിൽ ഇസ് വൈറ്റ് ഇൻ കളർ. അപ്പൊ ഇതിലെ സബ്ജക്ട് വേർബ് ആൻഡ് ഒബ്ജക്റ്റ് ആണ് ചോദിക്കുന്നത്. സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ് പറയാമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ബോട്ടിൽ എന്ന് പറയുന്നത് ദ ബോട്ടിൽ ഇസ് വൈറ്റ് ഇൻ കളർ എന്നാണ് നമ്മൾ പറയാം. അതിന്റെ സബ്ജക്ട് ഒബ്വിയസ്ലി ദ ബോട്ടിലാണ്. വേർബ് എന്ന് പറയുന്നത് ഇസ് ആണ്, കാരണം ഇവിടെ വേറെ വേർബ് ഇല്ല. ഓക്സിലറി വേർബ് ആണ് ഇവിടെ മെയിൻ വേർബ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് വൈറ്റ് ഇൻ കളർ ആയിരിക്കും ഒബ്വിയസ്ലി ഒബ്ജക്റ്റ്, ബിക്കോസ് ഫ്രേസ് ക്യാൻ ഓൾസോ ബി ആൻ ഒബ്ജക്റ്റ്. ഇൻ സം കേസസ് അഡ്ജക്റ്റീവ്സ് ക്യാൻ ഓൾസോ ആക്ട് ആസ് ഒബ്ജക്റ്റ്. സോ adjective ആണ് ബേസിക്കലി വൈറ്റ് എന്ന് പറയുന്നത്, ബട്ട് ഇറ്റ് ക്യാൻ ഓൾസോ ആക്ട് ആസ് ആൻ ഒബ്ജക്റ്റ്. ഇവിടെ ശരിക്കും ദ ബോട്ടിൽ ഇസ് വൈറ്റ് എന്നുള്ള മീനിങ് വന്നാൽ മതി, അവിടെ കൊണ്ട് മീനിങ് ആണ്. But white actually is the adjective here. You cannot say that object ആയിരിക്കണം. But and then again, there is no mandatory rule which says that a sentence should have a subject, object and a verb. A verb is important, subject is important, but there is no rule saying that there should be an object in a sentence. ബിക്കോസ് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ബേസിക് സെൻറ്റൻസ് ഒരാളെ പഠിപ്പിക്കുന്ന സമയം നമ്മൾ ഈ ഒരു ഫോമുലയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥം അവിടെ ഒബ്ജക്റ്റ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ബി ആൻ ഒബ്ജക്റ്റ്. Like in fact we turn sentences into passive just to like avoid the object part of it. Object is subject ആവും, then subject is by me, by him, by someone else. അത് ചേർക്കത്തേ ഇല്ല. In some cases, in case mention if you want you can. അപ്പം there's no mandatory rule again. For example, Aksa cleaned her room, then the sentence would be the room was cleaned. That's it. ഇനി വേണം അക്സയുടെ പേര് മെൻഷൻ ചെയ്യണമെങ്കിൽ the room was cleaned by അക്സ എന്ന് പറയാം. So that is the case. So എല്ലാ സെന്റൻസിലും ഒബ്ജക്റ്റ് വേണം എന്ന് നിർബന്ധമില്ല. വൈറ്റ് ഇസ് ആക്ച്വലി ദ അഡ്ജക്റ്റീവ് ഹിയർ. അത് ഒബ്ജക്റ്റ് വേണം നമുക്ക് വാഷ് പിടിക്കാൻ പറ്റത്തില്ല. എല്ലാ കേസിലും ഒബ്ജക്റ്റ് ഇല്ല. ദെൻ നമ്മൾ ബേസിക് സെന്റൻസ് കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ ഒരു ബിഗിനറിന് പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ് എന്നുള്ള. മോറോവർ സെന്റൻസിൽ സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ് മാത്രമല്ല അഡ്ജക്റ്റീവ്സ് വരാം, പ്രപ്പോസിഷൻസ്, ലൈക്ക് there are a lot of ഇതൊക്കെ നമ്മൾ സെന്റൻസസിനകത്ത് ഉപയോഗിക്കുന്നതാണ്. then there is no like അങ്ങനത്തെ റൂൾ ഒന്നും ഇല്ല. ഒബ്ജക്റ്റ് നിർബന്ധമായിട്ട് വേണമെന്നൊന്നുമില്ല. Alright. നെക്സ്റ്റ് ഞാനല്ലേ ചോദിക്കണ്ടേ? യു ഹാവ് ടു ഡു, യു ഗോട്ട് ടു ഡു, ഡിഫറൻസ് എന്താണ്? It almost means the same because when you say you have to do this, you're asking the person to obligatorily അത് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയാണ്. As if it is their responsibility to do this. അതെ, അതേപോലെ തന്നെയാണ് you got to do this പറയുന്നത്. പക്ഷെ again you got to do this a little more informal actually speaking. You got to do അങ്ങനെയൊക്കെ പറയുന്നത് is informal. പക്ഷെ correct usage ആണ്. It is used. You got to do എന്ന് യൂസ് ചെയ്യാറുണ്ട്. ഫോർമലി നമ്മൾ പറയുമ്പോൾ you
ഹാവ് വരണം എന്നാണ് അവിടെ. ബട്ട് ദർ ഇസ് നോ ലൈക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ബിക്കോസ് ദർ ആർ സോ മെനി സീരീസ് വേർ യു ക്യാൻ സീ ദ യൂസേജ്, യു ഗോട്ടാ ഡു ദിസ്. സോ യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഡ് യു റീച്ച് ദ റൂം കറക്റ്റ് യൂസേജ് ആണോ? Yeah, did you reach the room is correct usage with the full if it has a question mark. Yeah. Ade. Yes. Next question. What is the difference between you I chose? Oh, it's the same. No, it's the same question. Same thing. Yeah, but then you sing so good. അന്ന് നമ്മൾ പറയുമോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ആ ക്വസ്റ്റ്യൻ. ഐ മീൻ മറ്റത് കയറി വന്നതാണെന്ന് തോന്നുന്നു. You sing so good എന്ന് പറയില്ല. ഇല്ല. You sing well. You sing well. Really well. റിയലി വെൽ. അത് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിലും കൂടി പറഞ്ഞതാണ്. ആ സമയത്ത് വെരി ആയിരുന്നു. അപ്പൊ സോ ഗുഡ് എന്ന് പറയാൻ പറ്റുമോ ചോദിച്ചതായിരിക്കും. അതും പറ്റില്ല. സോ ഗുഡ് എന്നോ സോ വെരി ഗുഡ് എന്ന് നമ്മൾ പറയില്ല ആക്ഷന്റെ കൂടെ. അപ്പൊ നമ്മൾ ആ സമയത്ത് റിയലി വെൽ അല്ലെങ്കിൽ വെൽ എന്ന് മാത്രമേ പറയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബില്ല് അടിച്ചു എന്നെങ്ങനെ പറയും? The bill is ready. The bill is ready. The bill is ready for the payment. Bill നമ്മളുടെ അടുത്ത് ആരെങ്കിലും വന്ന് the bill is printed അങ്ങനെയൊന്നും പറയത്തില്ലല്ലോ. ഐ മീൻ ബില്ല് അടിച്ചു എന്നാണെങ്കിൽ കൂടെ the bill is ready എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു യൂസേജ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ്. ഞാൻ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി തരാമേ. നീദർ ബോത്ത് കറക്റ്റ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അതിനുശേഷം പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ഉദ്ദേശിച്ചത് ഇത് രണ്ടുമല്ല എന്ന് ഇദ്ദേഹത്തിന് പറയണം. ഇപ്പൊ ഞാനൊരു കാര്യം പറയുമ്പോഴത്തേക്ക് രേവതിനോട് പറയണം അത് രണ്ടും അല്ല ഉത്തരം എന്നുള്ള പോലെ പറയുകയാണെന്ന് വിചാരിക്കും. അപ്പൊ അയാൾക്ക് ഇംഗ്ലീഷിൽ നീദർ ബോത്ത് എന്ന് പറയാൻ പറ്റുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ കേസിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നീദർ ബോത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു യൂസേജ് ഇല്ല. നൺ ഓഫ് ദം എന്നാണ് പറയുന്നത്. നൺ ഓഫ് ദീസ്, നൺ ഓഫ് ദം എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡോണ്ട് യൂസ് നെയ്തർ ബോത്ത്. ഇറ്റ്സ് എ റോങ് യൂസേജ് എന്നല്ല, ഇറ്റ് ഡസൻ എക്സിസ്റ്റ്. നെയ്തർ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? രണ്ടും അല്ല പറയുന്നത്. ബോത്ത് എന്ന് വെച്ചാൽ രണ്ടും എന്നാണ് അർത്ഥം തന്നെ വരുന്നത്. രണ്ടുമല്ല രണ്ടും എന്നുള്ളൊരു ഇത് നമുക്ക് വരത്തില്ല. ഓക്കെ, സോ നൺ ഓഫ് ദം. നീദർ നമ്മൾ യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് കേട്ടോ. ലൈക്ക് neither Aksa nor Revati came to office today. That can be said. Or neither of your answers are right എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ചുറ്റി വളഞ്ഞ് പറയാം. none of them എന്ന് പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ്. ഇനി അടുത്ത് ഞാനല്ലേ ചോദിക്കണ്ടേ, where do we use എന്നാണ് വരേണ്ടത്. where do we use as well as instead of and. Yeah, I've invited Revati as well as Divya for the party. Yeah, so I can just say and but as well as is more posh type. Like when you see movies and all, EP class difference ഉണ്ടായിരിക്കുമല്ലോ. There is a class and education difference ഉണ്ടാവും. ഡിഫറൻസ് ബേസ്ഡ് ഓൺ എഡ്യൂക്കേഷൻ. അപ്പോൾ അതിൽ കുറച്ചുകൂടി ലോവർ ആയിട്ടുള്ള ആൾക്കാർ ആൻഡ് ഇങ്ങനെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യും. പിന്നെ there are so many posh people they use as well as and all. As well as and the kind of words ഒക്കെ യൂസ് ചെയ്യും. Therefore, though, although ഇതൊക്കെ അങ്ങനത്തെ ടീംസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ both are correct, but if you need to know the usage and if you want to use the word, then you can use it instead of and. Moreover, like in writing, ഇങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ IELTS-ലൊക്കെ ആണെങ്കിൽ we can't like repeat using words. ഒത്തിരി റെപ്പിറ്റേഷൻ പറ്റത്തില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ആൻഡിന് പകരം ഓരോരുത്തരുണ്ട് ആസ് വെൽ ആസ് ഇടും. വേറെ ഒരിടത്ത് ഫുൾ സ്റ്റോപ്പ് ഓൾസോ വെച്ചെടുത്ത സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് ഓൾസോ ഐ മീൻ കുറച്ചുകൂടി റൈറ്റിങ്ങിലും നമ്മൾ ആസ് വെൽ ആസ് ഒത്തിരി കണ്ടിട്ടുണ്ട്. ആസ് ഇൻ ഐ മീൻ നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള എസ്സേസിലൊക്കെ നമ്മൾ അതെ. അടുത്ത ആരാ ചോദിക്കണ്ടേ? ലാസ്റ്റ് ക്വസ്റ്റ്യനാ എനിക്ക് തോന്നുന്നത്. ഞാനാ ചോദിക്കേണ്ടതെന്ന് തോന്നുന്നു. ഡോണ്ട് യു ഗോ, നീ പോകുന്നില്ലേ എന്നാണോ മീനിങ്? Don't you go is an expression, that's a separate thing. പക്ഷേ aren't you going എന്നുള്ളതാണ് നീ പോകുന്നില്ലേ എന്നുള്ളതിന്റെ. I think I've never heard don't you go, don't you dare go. അതെ, നീ പോകാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. നീ പോയാലുണ്ടല്ലോ മീൻസ് ഒരു ഭീഷണിയുടെ സ്വരം. don't you dare go അതിന് വരുന്നത്. അല്ലാതെ ആക്ച്വലി aren't you going ആണ് കറക്റ്റ്. അതെ. Okay, so we've covered 10 questions. Yes. അപ്പം we are forced to end it കാരണം 10 questions കഴിഞ്ഞു. അപ്പോൾ ലൈക്ക് ഈ ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഇനി ഇതുപോലത്തെ
അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവര് കോമെന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നീട് അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ ഈ കോമെന്റ്സ് അഡ്രസ് ചെയ്ത് നമ്മൾ അടിപൊളിയായിട്ട് വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ സവാള? ഓക്കെ അല്ലേ? സോ ദിസ് ഇസ് രേവതി കൃഷ്ണൻ ആൻഡ് എക്സ് അബ്രഹാം signing off from English Mithra. Have a great day. Thank you. Bye-bye. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.